കണ്ടോ സുഹൃത്തുക്കളെ? ദേ നമ്മൾ വേറെ കണ്ടു. ഇത് കാണാം, കണ്ടാ? ദേ ചീഞ്ഞ് കിടക്കണ മത്തേനെ കാണാം. ഇതാണ് ഇവിടെ ചീഞ്ഞ് കിടക്കുന്ന മത്ത. ഇതുള്ളതാണോ ഇല്ലാത്തതാണോ നിങ്ങൾ കാണാൻ. ഇതേ കണ്ട അതേ ഉണ്ടാ ഉണ്ടാവണ മത്തക്കായാണ് കാണുന്നത്. ഉണ്ടാ ആ മത്തന് ഈ ചീഞ്ഞും പുളിച്ചും കിടക്കണം. ഉണ്ടാ വേനാ ഉണ്ടാ ഈ ചീഞ്ഞ് കിടക്കുന്നു. ഉണ്ടാ 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 ചീഞ്ഞെടുക്കണ മത്തയും കാണുന്നു. നിങ്ങളത് കാണണം. ഈ സത്യം നിങ്ങൾ അറിയണം. ഇതേ കണ്ട അതിക്ക് മത്തങ്ങ ഉണ്ടാവണ്ട. ഉണ്ടാവണ മത്തങ്ങ ഓരോന്നും കണ്ടതേ ഉണ്ടാ. ഈ മത്തങ്ങയാണ് വെള്ളത്തിൻ്റെ അടി കിടന്ന് ചീഞ്ഞാണ്. ഉണ്ടാ ഈ മത്തങ്ങ വെള്ളത്തിൻ്റെ അടി കിടന്ന് ചീഞ്ഞാണ് നിങ്ങൾ കാണണം. ഇത് വെറുതെ പറയുന്നതല്ല. സത്യസന്ധമായ ഒരു കൃഷിക്കാരൻ പറയുന്ന ഉള്ള വാക്കുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ കാട്ടുകയാണ്. നിങ്ങളത് കാണണം, മനസ്സിലാക്കണം. കണ്ടാ വേറെ കിടക്കണം. കണ്ടാ വലിയൊരു മത്തങ്ങ കിടക്കണം. കണ്ടാ കണ്ടാ എന്താ ചീഞ്ഞ് വെള്ളത്തിൻ്റെ അടി കിടക്കുന്നത്. വേറെ മത്തങ്ങ ഉണ്ടാ. മത്തങ്ങ അത് കേട് വന്ന് കിടക്കണത് കാണാം. അതെ ഉണ്ടാ ഉണ്ടാ ഇതാ സ്നേഹമുള്ളവരെ, വെണ്ടത്തോട്ടം നിങ്ങൾ കണ്ടു, മത്ത നിങ്ങൾ കണ്ടു. ഞാനിപ്പോൾ നിൽക്കുന്നത് പയറും തോട്ടത്തിലാണ്. ഇന്ന് ഞാൻ പൊട്ടിച്ചേക്കണത് ആകെ പൊട്ടിച്ചാണിത് 3-4 കിലോനെ പൊട്ടിച്ചിട്ടുള്ളൂ. ഇതങ്ങോട്ട് പോവാണ് പയർ. അപ്പുറത്തും പയറാണ്, ഇപ്പുറത്തും പയറാണ്. ഈ പയർ കംപ്ലീറ്റ് വെള്ളത്തിൻ്റെ അടിയിലാണ്. കണ്ടാ ആ പൂവും കായായി നിറഞ്ഞ് പൊട്ടിച്ച് ചെയ്യുന്നുണ്ട. കായൊക്കെ കണ്ട. ഇതൊക്കെ പയറുണ്ടായി കിടക്കുന്ന കായ. കണ്ട പയറുണ്ടായി കിടക്കണ്ട. പയറ് കണ്ട. ഇതൊക്കെ പയറാണ്. ഈ പയറുണ്ടായതാണ് ഈ കാണുന്നത്. അല്ലേ? ഇതൊക്കെ പൊട്ടിക്കാറായി പൊട്ടിച്ചെടുക്കുന്ന പയറാണ് ഈ കാണുന്നത്. ഇതാ ഇതാണ് ഈ മഴയത്ത് വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നത്. കണ്ടാ വെള്ളം കെട്ടി കിടക്കണുണ്ടാവേ. അങ്ങോട്ടുള്ള പയർ അങ്ങോട്ട് പോവാണ്. പയറും തോട്ടം അങ്ങനെ പോകണം. ഇതൊക്കെ നിങ്ങൾ കാണുക. വെള്ളമുണ്ടോ പയറുണ്ടോ എന്നുള്ളത് കാണാൻ വിലയിരുത്തുക. ഒരു കൃഷിക്കാരൻ്റെ കഷ്ടപ്പാടാണ് ഈ പറയുന്നത്. ഒരു കൃഷിക്കാരൻ കഴിക്കുന്ന കഷ്ടപ്പാടും സുഖവും ദുഃഖവും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെച്ച് തരികയാണ്. ചീഞ്ഞ് കിടക്കുന്ന പയറും തോട്ടത്തിൽ കൂടെയാണ് പോണേ. നിങ്ങളിത് കാണണം, ഇത് മനസ്സിലാക്കാം. ഇത് ഉള്ളതാണോ ഇല്ലാത്തത് കാണുക. ഇനി വന്നേക്കണത് സുഹൃത്തുക്കളെ കുമ്പളത്തിലേക്കാണ്. പയറും തോട്ടത്തിൽ കഴിയാണ് കുമ്പളം കിടക്കണത് കാണുന്നത്. ഇതിൻ്റെ കളറ് കണ്ട കുമ്പളാണ് ആ കളറ് മാറി കിടക്കുന്നത് കാണാം.
ഇപ്പുറത്ത് വേറെ കുമ്പളങ്ങ കിടക്കുന്നുണ്ട്. അതിൻ്റെ കളർ കാണാം, അതിൻ്റെ തണ്ടും തലയും കാണാതെ വെള്ളം കയറി ചീഞ്ഞ് കിടക്കുന്ന കുമ്പളങ്ങയും കാണുന്നത്. അതുകൊണ്ട് എന്ത് കാരണം അതിൻ്റെ ഇല നോക്കാതെ ഇപ്പുറത്ത് വേറെ കുമ്പളങ്ങ അതേ പാകായി കിടക്കുന്നത് കാണുന്നതേ, അതിൻ്റെ കളർ കാണാം, വെള്ളത്തിൽ കിടക്കുന്നത്. അതിൻ്റെ തണ്ട് കാണാം. ഇതെന്താണെന്നുള്ളത് നിങ്ങൾ കാണാം, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൻ്റെ കളറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാം. ഇനി വേറെ കുമ്പളങ്ങ ഇപ്പുറത്ത് കിടക്കണം. വേറെ ഒന്നും കിടക്കണുണ്ടോ നീ? ഇതിൻ്റെ കളറ് കണ്ട. ഇനി വേറെ കാട്ടിത്തരാണ്. വേറെ കുമ്പളങ്ങ വേറെ ഒരെണ്ണം വേറെ അതേ കുമ്പളങ്ങ അതേ ചീഞ്ഞ് കിടക്കണം കണ്ടോ. കുമ്പളങ്ങ ചീഞ്ഞ കാണണതേ ഇല്ല. മത്തങ്ങി കണ്ടു ഇതേ കണ്ട അതിക്കേ ഇല്ല. കുമ്പളങ്ങനെ ചീഞ്ഞാണ് അതേ കണ്ടാ സുഹൃത്തുക്കളെ. ഇല്ല ആ കുമ്പളങ്ങനെ നിങ്ങൾക്ക് കാണാം കണ്ടാ. ഇത് വെറുതെ പറയുന്നതല്ല കണ്ടാ. കുമ്പളം ചീഞ്ഞെടുക്കണ കണ്ടാ. മത്ത കണ്ടു, കുമ്പളം കണ്ടു, വെണ്ട ചീഞ്ഞെടുക്കുന്നത് കണ്ടു, പയറ് കണ്ടു കണ്ടാ. ഇതൊക്കെ നശിച്ച് ചീഞ്ഞ് കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഇല്ല ഇതൊക്കെ കുമ്പളം വേണ്ട. കുമ്പളത്തിൻ്റെ തല കിടക്കണണ്ട. കുമ്പളം കിടക്കണ ഇതാ. ഇത്ര സാധനം ഇവിടെ നശിച്ചു പോയിട്ടുണ്ട്. നിങ്ങളിത് കാണണം, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. മഴ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ മഴ പറഞ്ഞ കാരണം കൊണ്ട് ഇവിടെ വെച്ച് ഇനി മഴ പെയ്ത് വെള്ളം കൂടുന്നതിന് മുന്നേ ഇവിടുത്തെ എല്ലാ പരിപാടികളും നിർത്തി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാം. അപ്പോൾ ഇത്ര നാൾ ഈ പറമ്പിൽ നിന്ന് നമുക്ക് തന്ന ഈ പച്ചക്കറി എല്ലാവർക്കും കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് ഇത്തിരി നഷ്ടം വന്നെങ്കിലും ടോമിച്ചേട്ടന് ദൈവം സഹായിച്ചു എന്ന് തന്നെ പറയാം. ദുഃഖമൊന്നുമില്ല. ദുഃഖമുണ്ടോ? ദുഃഖമില്ല അതിരിക്കില്ല. ഇന്നലെ ഞാൻ ചുമ്മാ ചോദിച്ചു നോക്കാണ്. തമ്പുരാൻ തരും ചേട്ടാ.